ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദാ നമ്മുടെ സ്റ്റാഫ് ഔട്ടിംഗ് ആണ് കേട്ടോ ഇന്ന്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു തവണ ഇത് മുടങ്ങിയതാണ്. നമ്മളിതാ വീണ്ടും പോവാണ്. നമ്മുടെ യാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ബസ്സിൽ ചുമ്മാ ഇരുന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ട്രിപ്പൊക്കെ എപ്പോഴും കളർഫുൾ ആവുന്നത് നമ്മളിങ്ങനെ കുറച്ച് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഒരുവിധം എന്നെക്കൊണ്ട് പറ്റുന്നവരെ മുഴുവൻ ഞാൻ വലിച്ച് പുറത്ത് ഇടിപ്പിച്ചിട്ടുണ്ട് സീറ്റിൽ നിന്ന്. എല്ലാവരും ഭയങ്കര ആദ്യം വരാൻ ഭയങ്കര ഹെസിറ്റേറ്റ് ചെയ്തു. പിന്നെ എല്ലാവരും ആ ഫ്ലോയിൽ വന്നപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. എന്തായാലും നമ്മുടെ അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര പൊളിയായിരുന്നു. കാരണം നമ്മൾ ഫുൾ ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ ഫുൾ എനർജി അങ്ങോട്ട് പോയി എന്ന് പറയാം. നമ്മളൊരു 7:30 ആകുമ്പോൾ തുടങ്ങിയ യാത്രയാണ്. ഇപ്പം ഇതിൻ്റെ ഒറിജിനൽ സോങ് സാധനങ്ങളൊന്നും ഇടാണ്ട് വോയിസ് ഓവർ ചെയ്യുന്നത് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാമെന്നുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ബസ്സിലുള്ള പാട്ടും കൂത്തും ഡാൻസും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ലാസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് നെലമംഗല സൈഡിലുള്ള RR റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടിലോട്ടാണ്. സംഭവം ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മൾ ഡാൻസ് കളിക്കുന്ന ലോകത്തായതുകൊണ്ട് കുറേയൊന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ ചുറ്റുപാടും. നമുക്കിങ്ങനെ ഒരു ഭയങ്കര ഉള്ളോട്ടൊക്കെ പോയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ശിവരാമയ്യ സാറൊക്കെയാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ യാത്ര അടിപൊളിയായിരുന്നു. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇച്ചിരി വല്ലതും കഴിക്കാൻ കിട്ടിയാൽ കഴിക്കാമെന്നുള്ള അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇവർ പറഞ്ഞത് ഫസ്റ്റ് ഇവർ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്, അതിനായിട്ട് നമ്മളിത് റിസപ്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ വിശന്ന് കുടലൊക്കെ കത്തി മറഞ്ഞ് ആകെ ഷോകടിച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു പരിപാടി ഉണ്ട്, വിശന്നാൽ നിങ്ങളില്ലാതാവും എന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടിട്ട് എനിക്ക് ഫസ്റ്റ് ദേഷ്യമാണ് കേട്ടോ വന്നത്. എന്ത് പാൻറ് ഇടാനോ? പാൻറ്റോ? പാൻറ് ഇട്ടിട്ടില്ലേ? ഏതാ പാൻറ്? എല്ലാരും കവർ ചെയ്തു. എടുക്ക്. അതേനാ സാർ? അങ്ങനെ ഞങ്ങളുടെ ബാൻഡൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഞങ്ങളുടെ കുറച്ച് പട്ടി ഷോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമില്ല, ചുമ്മാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ നമ്മുടെ ഗൈഡ് വന്നിട്ട് എല്ലാവരുടെയും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം, എല്ലാവരും കൂടെ ഇവിടെ ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞ് നമ്മളിന്ന് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Kids play area. We are going to drop Supu here. Come Supu. Da, poko. Kids play area. Okay, bye. അവിടെ ഡ്രോപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കയറിയതും സൂപ്പർ ബൂമറാങ് പോലെ ഞങ്ങളുടെ പിറകെ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവും എങ്ങോട്ട് പോകുന്നതും എന്ന് പറഞ്ഞിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിലോട്ട് കൊണ്ടുപോവാണ് ഞങ്ങളെ. അപ്പോൾ പോകുന്ന വഴിക്ക് അടിപൊളിയാണ് കേട്ടോ. അവർ ആക്ച്വലി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ഗ്രീനറിയാണ്, നമുക്ക് കാണുമ്പം മനസ്സിനും ഒക്കെ ഭയങ്കര ഒരു കുളിർമ തോന്നും. എന്ത് രസമാണ് കാണാനായിട്ട്. അങ്ങനെ നീണ്ടൊരു വാക്കിന് ശേഷം നമ്മളിതാ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പോയി കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഫീലിലായിപ്പോയി. അത്രയും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഈ ടേബിളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് നല്ല രസമുണ്ടായിരുന്നു. ഒറിജിനൽ ഫ്ലവർ വെച്ചിട്ടാണ്, നമ്മുടെ ചെമ്പരത്തിയില്ലേ ഹൈബിസ്കസ്, അത് വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. സിമ്പിൾ ഡെക്കറേഷനാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കോൺഫ്ലെക്സ് ഉണ്ട്, പിന്നെ ഇതൊരു വാട്ടർമെലൻ്റെ ജ്യൂസാണ്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, സാമ്പാർ. ഞങ്ങൾക്ക് വയർ ഓൾറെഡി ഫില്ലാണ്, അപ്പം ഞങ്ങൾ ഷെയർ ചെയ്യാൻ. ഷെയറിംഗ് ഇസ് കെയറിംഗ്. ഓൾവേസ്. ഷെയറിംഗ് ഓൾസോ ഷീ ടുക്ക് മോർ. അങ്ങനെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മളൊക്കെ ഇച്ചിരി റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റീൽസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും നമ്മളെ കളിയാക്കുന്ന ഈ ജെൻസ് ഫാക്കൽറ്റീസിനെയും കൂടെ കൂട്ടിയിട്ട് നമ്മളൊന്ന് 2 റീൽസൊക്കെ അങ്ങ് ചെയ്തു. അങ്ങനെ അവരെ മാത്രം ചുമ്മാ വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ ഗൈഡ് വന്നിട്ട് ഇതാ വീണ്ടും നമ്മളൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്. ഇപ്പം ഒരു ടെൻറ്റ് ഹൗസിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ബാഗേജ് എല്ലാം വെക്കാൻ പോകുന്നത്. എന്തൊക്കെ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്കിതുപോലെ ഒരു ടെൻറ്റ് ഹൗസിൽ വെച്ചിട്ട് നമുക്കായിട്ടൊരു ടെൻറ്റ് ഹൗസ് ഉണ്ടായിരിക്കും, അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ് ഹൗസ്. അപ്പോൾ ഈ മൊത്തം റിസോർട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു കവുങ്ങും തോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയും കൂടെ ഈ റിസോർട്ടിനുണ്ടായിരുന്നു. ഇവളിതെന്തീ കാണിക്കുന്നേ, മരം ചുറ്റി പ്രേമം വല്ലതും ആണോ? എല്ലാവരും തയ്യാറെടുപ്പിലാണ്. ഇവർ ഹെൽമെറ്റൊക്കെ വെച്ച് ഈ ഒരു സാഹസത്തിന് വേണ്ടി പോവാണ്. ഇതിൽ അന്യഗ്രഹത്തിലെ ജീവികളെ കണ്ടില്ലേ?
ആ ഓക്കോളൂ. ഇവിടെ ഓൾറെഡി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർമാൻ എഫക്റ്റ് എനിക്ക് അതെ അല്ലേ, പോയിട്ട് വരൂ. സൂപ്പർ വിമൻസ്. ഓക്കെ, ഈ നമ്മുടെ ബ്ലസ്സി തുടങ്ങിയിരിക്കുകയാണ്. Come on, Blessy, you can do it. ആ എതിർക്കാല് അല്ല വലതുകാല് അല്ല അല്ല അപ്പുറത്ത്. സാഹസങ്ങൾ തുടങ്ങുകയാണ്. ഓരോ വലതുകാല് വെച്ച് മുന്നോട്ട്. ആ പതുക്കെ ധൈര്യം വെച്ച് മുന്നോട്ട് വെക്കൂ കാല്. Come on, you can. ആ മുന്നോട്ട് വെക്കുക. നീ വീണാലോ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അതായിരുന്നു. അയ്യോ, ആ പതുക്കെ മുന്നോട്ട് വെക്കൂ. ശരി, ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ ഷൂട്ട് കൊണ്ട് വരണമെന്ന്. ആണോ, കൊള്ളാം. ആ കമോൺ കൃഷ്ണേന്ദു, ഇഞ്ചക്ഷന് പേടിയുള്ളവളാണ് ഇപ്പോ ഇതിലേക്ക് കയറാൻ പോകുന്നത്. കമോൺ രമേശ്, യു ക്യാൻ ഡു ഇറ്റ്. ആ റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്. എന്ത് കുട്ടി, കമോൺ. എനിക്കറിയാം ഈ പുറമേ ഉള്ളതല്ല, ഉള്ളിൽ പേടി. എല്ലാം ഊരി വെക്കുകയാണ് ഗൈസ്. ഇവര് രണ്ടുപേരും പുറമേ കാണുന്ന ധൈര്യം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഭയമാണ്, ഭയം. എന്ത് പറ്റി ഗൈസ്, നിങ്ങൾ ആ പോയ ശുഷ്കാന്തി ഇല്ലല്ലോ. എന്താ വരും കോസ്റ്റ്യൂം ധരിക്കാനാണോ പോയത്? അത്രേ ഉള്ളൂ. കമോൺ, ഇപ്പോ അടുത്തത് പൂരട്ടെ മുന്നോട്ട് വെക്കുക. ഒരു ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ചെയ്ത് വരിക. അങ്ങനെ ഓരോരോ ചുവടുകൾ വെച്ച് പുള്ളിക്കാരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അടുത്തത് നമ്മുടെ വിനോദാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഓൾറെഡി അവിടെ വരെ എത്തിയിട്ടുണ്ട്. വിനോദ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ് ഓരോരോ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അങ്ങനെ തന്നെ ക്യാച്ച് വാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ്, നിങ്ങൾക്ക് കാണാം. പൊക്കോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ. അടുത്ത എന്തോ ഒരു പരിപാടിക്ക് പോകുകയാണ് ഗൈസ്. എനിക്കറിയത്തില്ല ഇത് വിജയകരമാകുമോ എന്ന്. ചുമ്മാ ഈ ഷോ മാത്രമേ ഉള്ളൂ, തൊട്ടി ഷോ. അത് മാത്രമേ ഇവർ കാണിക്കുന്നുള്ളൂ. ഒരെണ്ണത്തിനെങ്കിലും ഇതുപോലെ വരാൻ പറ്റുമോ നിനക്ക്? കമോൺ, കണ്ടില്ലേ ആൾക്കാർ പോകുന്നത്. എഴുതി വെച്ചിട്ടുണ്ട്, ഇറ്റ്സ് ഇൻ യുവർ ഓൺ റിസ്ക് ആണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നത്. ആൻഡ് സേഫ്റ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ ഒരാൾ വരുന്നുണ്ട്, വന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് നമ്മുടെ സുപ്രിയാണ്. വാവ്, ഓ ഹായ്. അങ്ങനെ സുപ്രിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വാവ്, ഫൈനലി ഷി ഡിഡ് ഇറ്റ്. ഏതാ വരുന്നു മിസ്റ്റർ വീരാചാരി. വീരനായ വീരാചാരിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഓ, അടുത്തത് അടുത്തൊരു കൂട്ടുകാരിയാണ് വരുന്നത്. ആ പേടിച്ചു തൂറി കൃഷ്ണേന്ദു, ഗുണ്ട എന്നൊക്കെ പറയുന്നേ ഉള്ളു. അങ്ങനെ അവളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആഫ്റ്റർ എഫക്റ്റ് ഇനി വന്നു കഴിയുമ്പോൾ നമുക്കറിയാം. ഏറ്റവും മോളിൽ പോയിരിക്കുകയാണ്. ഇത്രയും പേടിയുള്ളവൾ ഇവിടെ പോയിരിക്കുന്നു. അതാണ് അതാ സാഹസങ്ങൾ കാണിച്ച് കൃഷ്ണേന്ദു മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഓ ഡാൻസ് വരെ. അങ്ങനെ അവൾ അഡ്മിഷൻ 2025 വിജയകരമാവട്ടെ എന്നും പറഞ്ഞിട്ടാണ്. എൻ്റെ ഈശ്വര, എനിക്ക് എൻ്റെ വെയിൽ കാരണം എൻ്റെ മുഖം. അങ്ങനെ അവൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അടുത്തത് നമ്മുടെ സുപ്രിയ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വീണ്ടും പുറമോട്ട് കാല് വെച്ചിരിക്കുകയാണ്. ഓ, തിരിച്ചു നടക്കുകയാണ് കൃഷ്ണേന്ദു. അവൾ ഒരു വട്ടം താഴെ നടക്കാൻ പറ്റാത്തതിനെ ഇവിടെ കോമ്പൻസേറ്റ് ചെയ്ത് അവൾ മുകളിൽ നടക്കുകയാണ് ഗൈസ്. ആകാശത്തെ കൂടെ നടക്കുന്ന കൃഷ്ണേന്ദു. നമ്മുടെ സുപ്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷീ ഈസ് ഗോയിങ്.
ഓക്കെ ആ വരികടാ. അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. ഇതൊക്കെ ഇച്ചിരി ഹൈറ്റിലാണുള്ളത്, എന്നാലും നമ്മൾ ചെയ്തു. ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നി കംഫർട്ടബിൾ ആണെന്നുള്ളത്. നമുക്ക് കുറച്ചുകൂടെ ബാലൻസ് ചെയ്യാനൊക്കെ ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂപ്പറായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരുന്നു. ഹർഷ മാമിന് ഇതൊക്കെ ഭയങ്കര പേടിയായതുകൊണ്ട് ഒരു സൈഡിൽ മാറിയിരുന്ന് ഞങ്ങളുടെയൊക്കെ വീഡിയോ എടുത്തു തരുമായിരുന്നു പുള്ളിക്കാരി. ബാക്കി ഒരുവിധം എല്ലാവരും ഇതുപോലെ എൻജോയ് ചെയ്തു കേട്ടോ. എന്നെ ഇവരുടെ ഫോട്ടോഗ്രാഫർ ആക്കിയിരിക്കുകയാണ്. എനിക്ക് ഈ അഡ്വഞ്ചർ ഗെയിം ഒന്നും അത്ര വലിയ താല്പര്യമില്ല. ബട്ട് ഐ എം എൻജോയിങ് ഇറ്റ്. പിച്ച വച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമാണ്. അവിടെ ഹെയറില്ല അത്ര ഹെയർ. എന്തത് കഴുത്തിലൊക്കെ കുരുക്കുന്നു. ഓ നോ, നീ കുടുങ്ങിയിരിക്കുകയാണ്. നീ കുടുങ്ങി. അവിടെ കുടുങ്ങി ഗൈസ്. വേണ്ടിട്ട് റെസ്ക്യൂ ടീം എത്തിയിരിക്കുകയാണ്. എവിടെ പോയാലും ഇവിടെ നീ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ ഈ കൃഷ്ണേന്ദു. വാട്ട് ഈസ് ദിസ്? എവിടെ നീ അവതരിപ്പിച്ചാൽ ഇത് തന്നെ നിന്റത്. ഈശ്വര, എന്തൊക്കെയോ ആയി. കൊള്ളാം, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെന്തെല്ലാം ഊരിയെടുക്കുന്നു. ഓ നോ, ഈ കുട്ടി ഇങ്ങനെയാണ്. കറക്റ്റ്. അങ്ങനെ അവൾ വീണ്ടും തുടരുകയാണ്. അങ്ങനെ ഇതുപോലത്തെ ഒത്തിരി നല്ല നല്ല സൂപ്പർ അഡ്വഞ്ചറസ് റൈഡ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുവിധമൊക്കെ ട്രൈ ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ടയേർഡായി. അങ്ങനെ നമ്മുടെ അഡ്വഞ്ചറസ് ക്രൂ വന്നിട്ട് നമ്മളോട് പറഞ്ഞു നമ്മുടെ ജ്യൂസ് കുടിക്കാനുള്ള ടൈമാണ്, എല്ലാവരും വന്ന് ജ്യൂസൊക്കെ കുടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാം. അങ്ങനെ ഈ ജ്യൂസ് ഒരു ആശ്വാസം തന്നെയായിരുന്നു കേട്ടോ. കാരണം അത്രയും വെയിലത്ത് നമ്മൾ ഈ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതേ. ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും നടന്നു. അതെ, മീൻ പിടിക്കാൻ പോകുന്ന ആളെ പോലെ ഉണ്ട്. KGF സോങ് അതേപോലെ ഉണ്ട്. ഞങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സുപ്പൂനെക്കാട്ടും വലിയ അമ്പും വില്ലുമായിട്ടാണ് സുപ്പു. ഇതാ മറ്റേ ബാഹുബലിയിലെ മാതിരി 4 വിരലുകൾ ഇങ്ങനെ പിടിക്കണം. ನಾನಿಲ್ಲ ಸರ್, ನನಗೆ ಬರಲ್ಲ. ഞങ്ങളുടെ വീഡിയോ നിങ്ങളാ ചെയ്യണ്ടേ? അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ അഡ്വഞ്ചർ ക്രൂ മെമ്പേഴ്സ്. പേര് ആക്ച്വലി ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ ഇവരാണ് നമ്മളെ ഒട്ടുമിക്ക ഗെയിംസിനും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ലൈഫിൽ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. മാഡം ഡ്രോപ്പ് പ്ലീസ്. 1 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ലഞ്ച് റെഡി എന്ന് പറഞ്ഞ് കോൾ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ബാക്കിയെല്ലാം നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ.